റെയ്ഡ് നടത്തുന്നത്? ഒരു സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാരെ പിടിച്ച് കേസിൽ പ്രതികളാക്കുന്നത് കേരളത്തിന് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിനകത്ത് നിന്നുകൊണ്ട് ക്ഷമാപണ സ്വരത്തിൽ സംസാരിക്കാത്ത, ക്ഷമാപണത്തിന്റെ ഭാഷയറിയാത്ത ഒരു കൂട്ടര് വളർന്നു വരുന്നുണ്ട്, ഒരു വിഭാഗം ഉയർന്നു വരുന്നുണ്ട്. ആ വിഭാഗത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി തങ്ങളുടെ വരുതിയിലാക്കാമെന്നുള്ള വ്യർത്ഥമായ വ്യാമോഹമാണ് നിങ്ങൾ വെച്ചു പുലർത്തുന്നത്. സാധ്യമല്ല. കേരളത്തിന്റെ മണ്ണിൽ സാധ്യമല്ല. ഇന്ത്യ രാജ്യത്തും സാധ്യമല്ല. നിങ്ങൾ ഉപയോഗിച്ചു കരിനിയമം. ഇവിടെ സഖാവ് ജയരാജനെതിരെ കരുണാകരൻ താട ഉപയോഗിച്ചപ്പോൾ കരിനിയമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രക്ഷോഭം നടത്തിയിട്ടുള്ള സഖാക്കൾ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന താടയേക്കാൾ ഓട്ടയേക്കാൾ ഭീകരമായ കരിനിയമം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് UAPA എന്ന് പറയുന്ന കരിനിയമം ഉപയോഗിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. കേട്ടില്ലാത്ത വർഗീയ ചേരിതിരിവിന് ഒട്ടും പോലും പോകാത്ത കേരളത്തിന്റെ പോലീസ് സേനയെ കുറിച്ച് ഉള്ള മുഴുവൻ മതിപ്പും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉത്തരേന്ത്യയിലെ PSCയെ പോലെ ഭീകരമായ തോതിൽ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് വേട്ടയാടുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകമായ ക്യാമ്പുകൾ സ്ഥാപിച്ചുകൊണ്ട്, ഇലക്ട്രിക് ഷോക്ക് കൊടുത്തുകൊണ്ട് ഭീകരമായ തോതിൽ നിയമലംഘനം നടത്തിക്കൊണ്ട് കേസ് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴും നമ്മുടെ ജേക്കബ് പുന്നൂസ് DGP പറയുന്നത് നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന, അഥവാ പച്ചവെള്ളം ചവച്ചിറക്കുന്ന ഒരു സാത്വികരായ പോലീസ് സേനയാണ് നമുക്കുള്ളത്. ഒരു ഭാഗത്ത് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കീഴിൽ കുപ്രസിദ്ധനായ സംഘപരിവാര ശക്തികളുടെ ഇഷ്ടതോയനായ, ഇഷ്ടപുത്രനായ, അവർക്കെല്ലാ വിധത്തിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, അവരുടെ കുറ്റകൃത്യങ്ങളോട് കണ്ണടയ്ക്കുന്ന ഒരു നമ്പർ 1 കുപ്രസിദ്ധനായ നൊട്ടോറിയസ് ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ഭീകരമായ തോതിലുള്ള, ഭീതിതമായ തോതിലുള്ള മുസ്ലിം വേട്ടയാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് ആ ചെറുപ്പക്കാരിൽ പലരും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിതമാർഗം കണ്ടെത്താൻ മറ്റു വഴികൾ അന്വേഷിക്കേണ്ടത്. തൊഴിലെടുക്കുന്ന ചെറുപ്പക്കാരെ, പച്ചയും മാംസവുമുള്ള ചെറുപ്പക്കാരെ ചവിട്ടി അരച്ചിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിന്റെ പേരിലാണ്? ഇവിടെ 2 തരം നീതിയാണ് നടപ്പാക്കുന്നത്. 2 തരത്തിലുള്ള പൗരാവകാശ സംരക്ഷണങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. 2 രീതിയിലാണ് ഇവിടെയുള്ള പൗരന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളാണെങ്കിൽ മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ പേരിന് പോലും പോലീസ് ഉദ്യോഗസ്ഥൻ മുസ്ലിമാണെങ്കിൽ അവനെപ്പോലും സംശയിക്കുന്ന തരത്തിൽ കേരളത്തിലെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം വർഗീയപരമായ ചേരിതിരിവുണ്ടാക്കിയിരിക്കുന്നു. CI മുസ്ലിമാണെങ്കിൽ, SI മുസ്ലിമാണെങ്കിൽ, മുസ്ലിം ചെറുപ്പക്കാരനെ പിടിക്കണമെങ്കിൽ 3ാമത്തെ സ്റ്റേഷനിൽ നിന്ന് ഒരു CIക്ക് പ്രത്യേകം ഡെപ്യൂട്ടേഷൻ കൊടുക്കുകയാണ്, പ്രത്യേകം അസൈൻമെന്റ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകേണ്ട പോലീസ് സേനയില് ഈ വിധത്തിൽ നിങ്ങൾ അവിശ്വാസം വളർത്തിക്കഴിഞ്ഞാൽ ഈ നാടെങ്ങോട്ടാണ് പോകുക? ഇത് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്യുന്നതല്ലോ. ഇതാരാ ചെയ്യുന്നത്? ഇവിടെയുള്ള അധികാരം കൈയാളുന്ന ആളുകളാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നു, ഈ രാജ്യത്ത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള ജനങ്ങളല്ല. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് ആഭ്യന്തരമന്ത്രി
ന്യൂസിന്റെയും കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിയമവിരുദ്ധമായ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിയമത്തോട് എക്കാലവും സഹകരിച്ചവരാണ്, നിയമത്തോടൊപ്പം നിന്നിട്ടുള്ളവരാണ്, നിയമവാഴ്ചയെ ബഹുമാനിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾക്കറിയുമോ, ഓരോ ഘട്ടത്തിലും ഈ രാജ്യത്ത് വമ്പിച്ച തോതിലുള്ള വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്താവുന്ന വലിയൊരു ക്രൂരമായ സംഭവമായിരുന്നു 2006 മെയ് 17-ാം തീയതി ഭീമാപള്ളിയില് 5 മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്ന സംഭവം. എന്തുകൊണ്ടാണ് അന്ന് കേരളം മറ്റൊരു തരത്തിലേക്ക് ചിന്തിക്കാതെ കേരളം നിശബ്ദമായത് എന്ന് ഇവിടെയുള്ള വിവരങ്ങൾ അറിയുന്ന സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയുന്ന ആളുകളോടൊന്ന് ചോദിച്ചു നോക്കൂ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സന്ദർഭോചിതമായ ഇടപെടൽ മാത്രമായിരുന്നു. മാറാട്, അതിന്റെ പേരിൽ ഇവിടെ 1-ാം മാറാടിന്റെ ശേഷം 2-ാം മാറാടുണ്ടായപ്പോൾ കോലാഹലങ്ങൾ ഉണ്ടാക്കി. 1-ാം മാറാടിനെ കുറിച്ച് ചർച്ചയുണ്ടാകുന്നില്ല. മുസ്ലിം പക്ഷത്തിന് മുസ്ലിങ്ങളെ കുറിച്ച് വരുമ്പോൾ അതൊരു മറ്റൊരു രീതിയിൽ സംശയത്തിന്റെ മുന വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്നുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറയുന്നത്, ഇവിടെ ഈ നില തുടരാൻ ഇത് നമ്മുടെ നാടിന് അപകടകരമായിരിക്കും, ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് അപകടകരമായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസിൽ കുറ്റവാളികൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്തിക്കൊണ്ട് തെളിയിക്കുന്നതിനോ അതിനോട് സഹകരിക്കുന്നതിനോടോ ഒരു കാലത്തും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇതിലില്ല. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് അതിന്റെ പേരിൽ ഒരു സംഘടനയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് നേരെയാണ് കൈവെക്കുന്നതെങ്കിൽ തീർച്ചയായും അവസാനത്തെ പ്രവർത്തകനെ പിടിച്ചുകൊണ്ടുപോയി കേരളത്തിന്റെ ജയിലിലല്ല, ഇനി ആ കേരളത്തിന്റെ ജയിലറകൾ മതിയാവില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയാലും അതിനോട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, പ്രവർത്തിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, ജനാധിപത്യ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്നു മുതൽ ഞങ്ങൾ സമരം തുടങ്ങുകയാണ്. കളമറിയാത്ത സമരത്തിന് തിരികൊളുത്തുകയാണ്. അതുകൊണ്ട് ജനാധിപത്യ മാർഗങ്ങളിലൂടെയും ജനാധിപത്യം അനുവദിച്ചു തന്നിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സമര പ്രക്ഷോഭങ്ങളിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നീങ്ങാൻ നിർബന്ധിതമായി. എന്തുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് ഇന്നു മുതൽ ഞങ്ങൾ ജനങ്ങളിൽ വിശദീകരിച്ചു. ജനങ്ങളെ ബോധവൽക്കരിച്ച ശേഷം കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രങ്ങൾ സ്തംഭിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ നില തുടരുകയാണെങ്കിൽ കേരളത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ നിശ്ചലമാക്കുന്നത് വരെയുള്ള സമരമുറകളുമായിട്ട് അതുകൊണ്ട് ജനാധിപത്യ ബോധം രാജ്യത്ത് സൗഹാർദ്ദവും സമാധാനവും നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും നീതി നിഷേധത്തിന് എതിരെയുള്ള ഈ സമരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോടൊപ്പം പങ്കാളികളാകണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഈ നാട് സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം നുകർന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെതായ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട ഓരോ പൗരനും അത് ലഭിക്കുക തന്നെ ചെയ്യണം. അവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് കരിനിയമങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയാണ് പിടികൂടി
നാളുകളാണ് വരാനിരിക്കുന്നത് എന്ന് അന്ന് ഞങ്ങൾക്ക് ഈ കരിനിയമം ആദ്യമായി പ്രയോഗിച്ചിട്ടുള്ളത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കോടിയേരി ബാലകൃഷ്ണനാണെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും ഞങ്ങൾ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചക്രത്തിൽ ഉള്ള മാറിമറവിൽ വരാനിരിക്കുന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം, നമ്മളെല്ലാം നിശബ്ദരായിരുന്ന സമയത്ത്, നമ്മളെല്ലാം ഭയപ്പെട്ടിരുന്ന ഒരു സമയത്ത്, മൗനികളായിരുന്ന ഒരു സമയത്ത് എല്ലാവരും കൂടി ഒരു സുപ്രഭാതത്തിൽ 2008 നവംബർ 30 ഇന്ത്യൻ പാർലമെന്റിലെ ഒരു ശബ്ദവോട്ടോടുകൂടി കരഘോഷങ്ങളോടുകൂടി ഉണ്ടാക്കിയെടുത്ത ഈ കരിനിയമത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ പൗരന്മാർ ഓരോന്നോരോന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര കിരാതമായ